അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഈദിൻ്റെ ചെറിയൊരു വ്ളോഗാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഈദിന് മുമ്പ് മാക്സിലും പിന്നെ ലുലുവിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ചെറിയ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ നമ്മൾ ഈ നോമ്പിന് മുമ്പ് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഡ്രസ്സും കാര്യങ്ങളും. അല്ലെങ്കിൽ ഇത് ചെറിയ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. നോമ്പിൻ്റെ പെരുന്നാളിൻ്റെ തലേന്ന് തന്നെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച്, അതായത് മസാലയും കല്ലുമ്മക്കായൻ്റെ ബിരിയാണി എന്ന് വെച്ചത് കല്ലുമ്മക്കായൻ്റെ മസാല, പിന്നെ ചിക്കൻ വേവിച്ച് വെച്ച്, ബീഫ് രാത്രിത്തേക്കും രാവിലെ പെരുന്നാളിന് രാവിലേക്കുള്ള കറിയും ബീഫിൻ്റെ വൈറ്റ് കുറുമയും പിന്നെ ബീഫ് ഡ്രൈ ഫ്രൈ ഒക്കെ റെഡിയാക്കി തലേന്ന് തന്നെ റെഡിയാക്കി. കാരണം പിറ്റേന്നെല്ലാം ഒന്നിച്ചിട്ട് നടക്കില്ല, അമ്മാതിരി ചൂടാണ്. തലേന്ന് ഹെൽപ്പിന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓളെല്ലാം ക്ലീൻ ചെയ്ത് ആക്കിയിട്ടെല്ലാം വന്ന് ഞാനെല്ലാം കുക്ക് ചെയ്ത് പിന്നെ അതാ ബിരിയാണീൻ്റെ മസാല റെഡിയാക്കി. അതിനോട് പുഡിങ്ങിൻ്റെ സാധനങ്ങൾ മിച്ചോടെ ഇരുന്നിട്ട് നമ്മുടെ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റും ബ്രെഡും കാഷ്യൂ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് ഞാൻ പുഡിങ്ങിൻ്റെ ടോഫി പുഡിങ്ങാണ് ആക്കിയത്. 3 ട്രേയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് എനിക്കും പിന്നെ 2 വേറെ പിന്നെ എൻ്റെ ഫ്രണ്ടിനും പിന്നെ വേറെ റിലേറ്റീവിനും കൊടുക്കാൻ വേണ്ടിയിട്ടാക്കിയതാണ്. ശരിക്കും പെരുന്നാളിൻ്റെ സമയത്ത് ഉമ്മാനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. പെരുന്നാളിൻ്റെ സമയത്ത് നല്ല അല്ലാത്തപ്പോഴും നല്ല ഓർമ്മ ഉണ്ടായിരുന്നു. ഉമ്മ ഇല്ലാത്ത ആദ്യത്തെ പെരുന്നാളാണ്. കാരണം തലേന്നെല്ലാം വൈകുന്നേരം ഇങ്ങനെ ഉമ്മ അവിടെ ഇരുന്നിട്ട് മക്കൾക്കെല്ലാം ഈദിയെ കൊടുക്കുന്നതെല്ലാം ഭയങ്കര കാര്യം. അതൊക്കെ അവർ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോരോ മക്കളെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നതെല്ലാം ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. അള്ളാഹു ഉമ്മാക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ. ഇതെനിക്ക് ഈദിൻ്റെ തലേന്ന് ഈദ് ഗിഫ്റ്റ് വന്നതാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അതായത് എൻ്റെ ചങ്ക് ഫ്രണ്ടിൻ്റെ ഈദ് ഗിഫ്റ്റ്. എല്ലാ വർഷവും തരുന്ന പോലെ ഇപ്രാവശ്യം നല്ല അടിപൊളി ഈദ് ഗിഫ്റ്റ്, സ്വീറ്റ്സും അതായത് മിഠായികളും നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയലെല്ലാം ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഒരു പിന്നെ ചെറി മെറൂൺ ആ ഒരു കളറ് പിന്നെ ചുരിദാറും പിന്നെ അങ്ങനെ സെൻറ്റും അങ്ങനെ സംഭവങ്ങളെല്ലാം പിന്നെ എന്താ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷാക്കി പ്രയർ ഡ്രസ്സും എനിക്ക് തലേന്ന് ഈദ് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രയർ ഡ്രസ്സിൻ്റെ ഷാക്കിനോട് താങ്ക് യു സോ മച്ച്. അതുപോലെ എനിക്ക് ഗിഫ്റ്റ് തന്ന എൻ്റെ ക്ലോസ് ഫ്രണ്ടിനും താങ്ക്സ് ലോട്ട്. ഞാൻ പിന്നെ ഇപ്രാവശ്യം ഈദിൻ്റെ തലേന്ന് ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗസ് മെഹന്തി സ്റ്റുഡിയോൻ്റെ കുറച്ച് പ്രൊഡക്റ്റ് എനിക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നോമ്പിന് ഇട്ടത്. ശരിക്കും ഭയങ്കര ഈസി ആയിട്ട് തോന്നി. കാരണം ഈ സ്റ്റെൻസിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. മിച്ചുവാണ് എനിക്കിതെല്ലാം കയ്യിലെല്ലാം വെച്ച് അന്ന് മെഹന്തിയെല്ലാം സ്പ്രെഡ് ചെയ്ത് തന്നത്. പക്ഷെ എന്നാലും അത് എനിക്കെപ്പോഴും മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ശരിക്കും വീക്ക്നെസ്സാണ്. എന്നെ അറിയില്ല, എല്ലാവർക്കും അറിയുണ്ടാവും. ഞാൻ എന്ത് ഫംഗ്ഷനും എന്ത് കല്യാണമായാലും പെരുന്നാളായാലും മൈലാഞ്ചി 2 കൈൻ്റെ അകവും പുറവിടുന്ന ഒരാളാണ്. പക്ഷെ മിച്ചുവാണ് ഇട്ടിരുത്ത്, അല്ലെങ്കിൽ പിന്നെ എൻ്റെ കസിന്, അങ്ങനെ ആരെങ്കിലും ആയിട്ട് എനിക്ക് ഇട്ടിരുത്തുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഈ സ്റ്റെൻസിലൊന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചിട്ട് മിച്ചുക്ക് ഭയങ്കര ഈസിയായി. മിച്ചു പറഞ്ഞാൽ എപ്പോഴും ഇതന്നെ യൂസ് ചെയ്താൽ മതി, നല്ല സിമ്പിൾ ഡിസൈനും പിന്നെ നന്നായിട്ട് സ്റ്റെയിനുണ്ട്, ചുവന്നിട്ടുണ്ടായിരുന്നു. നെയിൽ കോണായാലും ഫൗസിൻ്റെ പിന്നെ ഉള്ളിലുള്ളതും. കാരണം ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട്, കാരണം 12:30 ഇട്ടിട്ട് പിന്നെ രാവിലെ തന്നെ കഴിച്ചിട്ടുണ്ട് സൊബൈൻ്റെ സമയത്ത്. പിന്നെ സൊബൈസ്കരിച്ചതിന് ശേഷം മുട്ട പുഴുങ്ങി പിന്നെ കായ് വാട്ടി ഇവിടെ ജിയോ മിച്ചുവിനും എനിക്കെല്ലാം വേണ്ടിയിട്ട് കായ് വാട്ടി, ഹസ്ബൻഡിന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങി. അതിനുശേഷം നമ്മളത് കഴിച്ചിട്ട് ഈദ്ഗാഹിലേക്ക് പുറപ്പെട്ടു. കാരണം പെരുന്നാളിലൊന്ന് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് പെരുന്നാൾ നിസ്കാരത്തിന് പോയി കഴിഞ്ഞാൽ ആ ഒരു നിസ്കാരവും കുത്തുബയും കേൾക്കാം. കൂടെ നമുക്ക് എല്ലാവരും കുറേ പരിചയമുള്ള ആൾക്കാരെ കാണാനും പറ്റും. ശരിക്കും നമ്മൾ ഈദിൻ്റെ മെയിൻ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഈദ് നിസ്കാരം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് വിട്ട് സ്റ്റേഡിയത്തിലായിരുന്നു. ഈദ്ഗാഹിന് പോയത് അനസ് മൗലവിൻ്റെതായിരുന്നു. ഈദ്ഗാഹിന് നേതൃത്വം നൽകിയത് അനസ് മൗലവിൻ്റെ നല്ല സ്പീച്ചെല്ലാം കേൾക്കാൻ പറ്റി. പക്ഷെ ഇപ്രാവശ്യത്തെ പറഞ്ഞാൽ അതികഠിനമായ ചൂടായിരുന്നു. ഈ രാവിലെ ഈ ടൈമിന് നന്നായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല ആൾക്കാരുണ്ടായിരുന്നു ഈദ്ഗാഹിൽ, നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അനസ് മൗലവി ആ ഒരു പിന്നെ ഈദിനോടനുബന്ധിച്ചിട്ടുള്ള നല്ലൊരു സ്പീച്ചായിരുന്നു അനസ് മൗലവിൻ്റെത്. അങ്ങനെ ഈദ്ഗാഹ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ട്സിനെല്ലാം കാണാൻ പറ്റി, അവരെല്ലാം കണ്ട് ഈദ് മുബാറക്കെല്ലാം പറഞ്ഞതിന് ശേഷം തിരിച്ച് നേരെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പണിയുണ്ടല്ലോ. കാരണം ഭയങ്കര ചൂടായിരുന്നു ഇപ്രാവശ്യത്തെ നോമ്പലെന്ന് പറഞ്ഞാൽ അതികഠിനമായ ചൂടായിരുന്നു. ഇതിപ്പോഴും നല്ല ചൂടാണ്. അങ്ങനെ ഞാനിത് നെയ്പ്പത്തിൻ്റെ അരിയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്പ്പത്തിൽ രാവിലെ ഉണ്ടാക്കി. പിന്നെ നെയ്പ്പത്തിലും ബീഫിൻ്റെ വൈറ്റ് കുറുമയും ബീഫ് ഡ്രൈ ഫ്രൈ ആയിരുന്നു നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. അത് എല്ലാവരും ഫേവറേറ്റ് സംഭവമാണ്. ഇവിടെ ജിയോക്കും ഭയങ്കര ഇഷ്ടം നെയ്പ്പത്തിലെല്ലാം. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് അതിനുശേഷം ചോറിന് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ചോറിൻ്റെ പണി തുടങ്ങി. മസാലയെല്ലാം തലേന്ന് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ് വെച്ച് ദമ്മാക്കി ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും ഒന്നിച്ചിട്ട് ചോറ് കഴിച്ചു.
സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നാസ്തി ഇങ്ങനെ അവിടെ ഉമ്മാനെ കാണാൻ വേണ്ടി പോക്കാന്ന്. ഇപ്രാവശ്യം ഉമ്മ ഉണ്ടായിട്ടില്ല. പിന്നെ അനിയത്തിയാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ഇപ്രാവശ്യത്തെ ഇതിനാണെങ്കിൽ അനിയത്തിനെ കാണാനും പറ്റിയിട്ടില്ല. നമ്മൾ പോകുന്ന സമയത്ത് അവളെ വിളിച്ചപ്പം അവൾ അവിടെ ഇല്ല. അവർ പുറത്ത് പോയെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അനിയത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളെ കയറിയിട്ട് അവിടെ കാണാമെന്ന് വെച്ചിട്ട് ഇപ്പോഴത്തേക്ക് അവൾ അവരെല്ലാവരും കൂടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിറ്റേന്ന് അനിയത്തിനെ കാണാൻ പോകാൻ പറ്റിയത്. ടോഫി പുഡിങ്ങാണ് ഉണ്ടാക്കിയത്. മക്കളെല്ലാം ഫേവറേറ്റ് സംഭവമാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഒരു 5 മണിയായിട്ടുണ്ടാവും, 4:30 നേരെ മുംതാസ് ഖാൻ്റെ വീട്ടിൽ, എൻ്റെ ക്ലോസ് ഫ്രണ്ട് മുംതാസ് ഖാൻ്റെ വീട്ടിലേക്കാണ് പോയത്. മുംതാസ് ഖാൻ എന്തായാലും ഇതിന് കാണാണ്ട് നിൽക്കാൻ പറ്റില്ല. കാരണം രാവിലെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് പോകുന്ന വെച്ചിട്ട് നീ വരാണ്ട് മുങ്ങിയല്ലേ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പിന്നെ എന്തായാലും ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നതൊക്കെ അവിടെ കയറി. മുംതാസ് ഖാൻ്റെ കൂടെയും പിന്നെ ആസിഫ് അവിടെ ഉണ്ടായിരുന്നു. ആസിഫും ജമ, പിന്നെ മുംതാസ് ഖാൻ്റെ ഹസ്ബൻഡ് അസദ്ക, പിന്നെ നമ്മുടെ ഹയമോളും അതുമോനും എല്ലാവരും കൂടി ഫോട്ടോ എടുത്ത്. മാഷാ അല്ലാഹ്, ശരിക്കും എന്ന് പറഞ്ഞാൽ ഡൗൺ ടു ഏർത്ത് എന്ന് പറഞ്ഞൊരു ഫാമിലി എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ആസിഫ് ആയാലും മുംതാസ് ആയാലും ജമയായാലും ജമൻ്റെ പപ്പയായാലും എല്ലാവരും ഭയങ്കര അടിപൊളി ക്യാരക്ടറാണ്. അവരറിയില്ല, എല്ലാവർക്കും അറിയണ്ടാവും. ആസിഫ് ഒരു നടനി എന്നുള്ള ഒരു അഹങ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു മനുഷ്യനാണ്. ഭയങ്കര പിന്നെ നല്ലൊരു സ്വഭാവമാണ്. ഞാൻ പറഞ്ഞില്ല, ഡൗൺ ടു എർത്താണ്. അതിനുശേഷം നമ്മൾ പോയത് എൻ്റെ മോളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ്. ഷദൻ്റെ ഹസ്ബൻഡിൻ്റെ അർഷിൻ്റെ വീട്ടിലേക്ക് പോയി. അർഷിൻ്റെ ഉപ്പ അവിടെ ഉപ്പാക്ക് കൈ കൊടുത്ത് നമ്മൾ ഉള്ളിൽ കയറി. അവിടെ നല്ല അടിപൊളി കേക്കും നല്ല ഫ്രൂട്ട് സലാഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം സീന്താത്താനോട് സംസാരിച്ച് ഫോട്ടോയെല്ലാം എടുത്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്, അതായത് പെങ്ങളെ വീട്ടിലേക്ക് കടലയിലൊക്കെ പോയത്. ഇപ്രാവശ്യം ശരിക്കും ലേറ്റായിട്ടുണ്ടായിരുന്നു. ഇത് പെങ്ങളെ വീടാണ്. പിന്നെ നമ്മൾ 5:30 മണിയെല്ലാം കഴിഞ്ഞ് 5:30 ഏകദേശം 6 മണി ആകാനായിട്ടുണ്ടായിരുന്നു അവിടെ പെങ്ങളെ വീട്ടിലെത്തുമ്പോൾ. സാധാരണ നമ്മൾ നീർച്ചാല കൂടുതൽ, നീർച്ചാല വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴത്തേക്കും എത്തലുണ്ട്. ഇപ്രാവശ്യം ഫുഡ് കഴിയാനല്ല ലേറ്റായിട്ട്. അവിടെ നല്ല സ്പാനിഷ് ഡേറ്റ് ഐസ്ക്രീം കഴിച്ച് അവിടെ എല്ലാവരും, പിന്നെ അനിയൻ്റെ ഭാര്യമാരും മക്കളും, പിന്നെ അങ്ങനെ എല്ലാവരും, ജ്യേഷ്ഠൻ്റെ മോളും പിന്നെ മരിയക്കളും എല്ലാവരുമായിട്ട് നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത്. രാത്രി ഒരു 9 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ, 9:30 ആയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് തിരിച്ച് വിടുന്ന സമയത്ത്. മക്കൾക്കെല്ലാം എല്ലാവരും ഒന്നിച്ചിട്ടുള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരില്ല. സജന അനിയൻ്റെ വൈഫില്ല, ജ്യേഷ്ഠൻ്റെ ഫാമിലിയില്ല, അങ്ങനെ മരോളില്ല, അങ്ങനെ കുറേ ആൾക്കാർ ഇപ്രാവശ്യം മിസ്സാണ്. എന്നാലും ഉള്ള ആൾ മാഷാ അല്ലാഹ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ടാവും നമ്മളവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. തിരിച്ച് പോകുമ്പോൾ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ് വീടും പിന്നെ അവിടെ കടലായി തന്നെയാണ്. അങ്ങനെ അനിയനെയും അനിയൻ്റെ വൈഫിനെയും മക്കളെല്ലാം അവിടെ വീട്ടിൽ ഇറക്കി കൊടുത്ത്. എന്നിട്ട് അവിടെ നിന്ന് നേരെ കുറവക്കാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്, ഇസ്മത്തിൻ്റെ. എന്തായാലും ഇതായിട്ടൊന്ന് ഇസ്മത്തിനെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെയാണ് അങ്ങനത്തെ ഇസ്മത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ഇസ്മത്തിനെ കണ്ട് ഒരു 5 മിനിറ്റ് അവിടെ, കാരണം അവർ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഇസ്മത്തിനെ കണ്ട് കൈയെല്ലാം കൊടുത്ത് ഈദ് പാർക്കെല്ലാം മറ്റും അവിടെ തിരിച്ചു വിട്ടു. എനിക്ക് ഈദിടെയെല്ലാം ഹസ്ബൻഡിനും ഉമ്മാനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തോ ഒരു വലിയൊരു വിടവ് അവിടെ നമുക്ക് ശരിക്കും എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രി ഒരു 10 കാലമായിട്ടുണ്ടാവും വീട്ടിൽ തിരിച്ചെത്തുമ്പോഴത്തേക്ക്. പിറ്റേന്ന് നമ്മൾ എന്ത് ചെയ്ത്, ഞാൻ പറഞ്ഞില്ല തലേന്ന് മുച്ചിന് അനിയത്തിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് പിറ്റേന്ന് അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പിറ്റേന്ന് രാത്രി പോയി. പിറ്റേന്ന് മഗ്‌രിബിന് ശേഷം ഇറങ്ങി, അവളവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അങ്ങനെ അനിയത്തിനെയും അവരെല്ലാവരെയും കണ്ട് ഒന്ന് ഈദ് മുബാറക്ക് പറഞ്ഞു. കാരണം ഇപ്രാവശ്യം ഫസ്റ്റ് ടൈം ആണ് ഈദിൻ്റെ അന്ന് സിസ്റ്ററെ കാണാണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇറങ്ങുന്ന സമയത്തൊക്കെ അവരവിടെ നിന്ന് പുറത്ത് പോയി. അങ്ങനെ അവിടെ എല്ലാവരെയും കണ്ടതിന് ശേഷം അവിടെ നിന്ന് നല്ല വാട്ടർമെലൺ ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഹസ്ബൻഡിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ഒരു പെങ്ങളെ വീട്ടിൽ, നമ്മളെല്ലാവരും ഇത്താത്തയാണ്, നമ്മൾ ബഹുമാനത്തോടെ ഇത്താത്ത എന്ന് വിളിക്കുന്നത്. ഇത്താത്താൻ്റെ വീട്ടിലേക്ക് പോയി അവിടെയും കുറച്ച് സമയം ഇത്താത്തയായിട്ട് സംസാരിച്ച്. എന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ രാത്രി അന്ന് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ജസ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് പോയത്. പക്ഷേ ഒരു ഹോട്ടലും പിന്നെ എല്ലായിടത്തും ഫുള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈദ് വിശേഷങ്ങൾ. പിന്നെ അമീഷിനെയും ഷദനെയും നർഷിനെയും എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനില്ലായിട്ട് ഉമ്മാനെ പ്രത്യേകിച്ച് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുക. സബ് ചെയ്യാത്തതിന് വേണ്ടി സബ് ചെയ്യുക. നിങ്ങൾ കാണുമ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.